ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ കൃപയും സമാധാനം ആശംസിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിങ്ങളെല്ലാവരെയും താങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പെട്ടെന്ന് മടുത്തു പോകുന്ന ഒരു പ്രകൃതക്കാരാണോ നിങ്ങൾ? പെട്ടെന്ന് മനസ്സ് ഡിപ്രസ്ഡ് ആകുന്ന ഒരവസ്ഥയിലാണോ എൻ്റെ മനസ്സിൻ്റെ ഭാവങ്ങൾ? എങ്ങനെ അതിനെ അതിജീവിക്കാൻ പറ്റും? ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ദീപിക പത്രത്തിൻ്റെ അവസാനത്തെ പേജിൽ ശ്രദ്ധിച്ചൊരു വാർത്ത ഇങ്ങനെയാണ്: കേരളത്തിൽ 2021 മുതൽ 2025 വരെയുള്ള കാലഘട്ടത്തിൽ, ഈ 4 വർഷത്തെ കാലഘട്ടത്തിൽ ഏതാണ്ട് 39,962 പേർ ആത്മഹത്യ ചെയ്തു. അതായത് പെട്ടെന്ന് മനസ്സുമടുത്ത് തളർന്നു പോകുന്നവരുടെ എണ്ണം വളരെ കാര്യമായിട്ട് വർദ്ധിക്കുക. നമ്മുടെ കാലഘട്ടത്തിൽ തന്നെ എത്രയോ പേരാണ് ഡിപ്രഷന് മരുന്ന് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യാശയില്ലാത്ത ഒരവസ്ഥയിൽ ജീവിക്കുന്നവർക്ക് പ്രത്യാശയിലേക്കുള്ള ഒരു വാതിൽ തുറന്നു കിട്ടുക വളരെ പ്രധാനപ്പെട്ടതാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ വചനം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുക. 12-ാമത്തെ അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം. സുഭാഷിതങ്ങളുടെ പുസ്തകം 12-ാമത്തെ അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം: ഉത്കണ്ഠ ഒരുവന്റെ ഹൃദയത്തെ നിരുന്മേഷമാക്കുന്നു. ശ്രദ്ധിക്കുക, ഉത്കണ്ഠ ഒരുവന്റെ ഹൃദയത്തെ നിരുന്മേഷമാക്കുന്നു, നല്ല വാക്ക് അവനെ ഉത്തേജിപ്പിക്കുന്നു. രണ്ടാമത്തെ ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. നല്ല വാക്ക് അവനെ ഉത്തേജിപ്പിക്കുന്നു. അതായത് ഉത്കണ്ഠ നമ്മളെ പിടിമുറുക്കുമ്പോൾ നമുക്കെങ്ങനെ ആ ഉത്കണ്ഠനെ, നിരാശയെ അതിജീവിക്കാമെന്ന് ചോദിച്ചാൽ നല്ല വാക്കാൽ നമുക്ക് അതിജീവിക്കാൻ പറ്റും. ഉത്കണ്ഠ അതിജീവിക്കാൻ പറ്റിയ ഒരു പ്രധാനപ്പെട്ട മാർഗം നല്ല വാക്ക്. നല്ല വാക്ക്, നല്ല വാക്ക്. നല്ല വാക്ക് എന്ത് ചെയ്യും? നല്ല വാക്ക് നമ്മുടെ ഹൃദയത്തെ ഉത്തേജിപ്പിക്കും. നല്ല വാക്ക് എവിടുന്ന് കിട്ടും? നല്ല വാക്ക് അത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് കിട്ടും. ഞാനൊരു പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കുകയാണ്. പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ നിരാശയിലേക്ക് ആണ്ടുപോകുന്നു. പക്ഷെ ദൈവം ഒട്ടുമേ ആഗ്രഹിക്കുന്ന കാര്യമല്ല. ദൈവം ഒട്ടുമേ ആഗ്രഹിക്കുന്ന കാര്യമല്ല നിരാശ. നിരാശ അത് പൈശാചികമാണ് താനും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എൻ്റെ മനസ്സ് നീങ്ങവേ എങ്ങനെ തിരികെ ദൈവത്തിങ്കലേക്ക് എൻ്റെ മനസ്സ് അടുപ്പിക്കാനായിട്ട് പറ്റും? ഐ ക്യാൻ മേക്ക് ദ അറ്റംപ്റ്റ്. എനിക്കൊരു പരിശ്രമം നടത്താൻ പറ്റും. ആ പരിശ്രമം ദൈവവചനത്താൽ എനിക്ക് നടത്താൻ പറ്റും. ഉദാഹരണം പറഞ്ഞാൽ, എൻ്റെ ലൈഫിലേക്ക് ഞാൻ നിങ്ങളെ ഒന്ന് കൊണ്ടുവരികയാണ്. ഞാൻ നന്നേ ചെറുപ്പത്തിൽ, ഏതാണ്ട് 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കാലഘട്ടം, ഫൊറോന പ്രസംഗ മത്സരത്തിന് പോയി. ഫൊറോനയിൽ പ്രസംഗ മത്സരത്തിന് പോയ ആ നാളിൽ നന്നായിട്ട് പഠിച്ചാണ് പോയത്. പ്രസംഗം നന്നായിട്ട് പഠിച്ചു. സ്റ്റേജിൽ കയറി നിന്നു. ഞാൻ പ്രസംഗം ആരംഭിച്ചു. മാന്യ സദസ്സിന് നമസ്കാരം എന്ന് പറഞ്ഞ് പ്രസംഗം ആരംഭിച്ചു. 2 സെന്റൻസ് പറഞ്ഞു. 2 സെന്റൻസ് പറഞ്ഞ പാടെ എൻ്റെ മൈൻഡ് ഒരു ടാബുല റാസയായി. ഒന്നുമില്ല മൈൻഡിലേക്ക്, എൻ്റെ മനസ്സിലേക്ക് ഒന്നും വരുന്നില്ല. 2 വാക്യത്തിൽ കൂടുതലായിട്ട് കൂട്ടിച്ചേർക്കുക എനിക്ക് അസാധ്യമായി തീർന്നു. ഞാൻ പ്രസംഗം അവിടെ നിർത്തി. സ്റ്റേജിൽ നിന്ന് ഞാൻ ഇറങ്ങിയില്ല. വീണ്ടും ഞാൻ പ്രസംഗം ആരംഭിച്ചു. മാന്യ സദസ്സിന് നമസ്കാരം. നേരത്തെ പറഞ്ഞ അതേ 2 വാക്യങ്ങൾ വീണ്ടും ഞാൻ ആവർത്തിച്ചു. ഒരു വാക്യം പോലെയും കൂട്ടിച്ചേർക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല. 2-ാമത്തെ പരിശ്രമവും നടന്നില്ല എന്ന് കണ്ടപ്പോൾ നിരാശപ്പെട്ട് ഞാൻ സ്റ്റേജ് വിട്ടിറങ്ങി. അവിടെ ഒരു ബെഞ്ചുണ്ട്, ഡെസ്കുണ്ട്. ഞാൻ ബെഞ്ചിൽ പോയിരുന്നു. ഡെസ്കിലേക്ക് എൻ്റെ ശിരസ് താഴ്ത്തി. വലിയ വിഷമത്തിൽ ഞാൻ കരയുക. എൻ്റെ ടീച്ചേഴ്സ് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു, ജൂഡേ, ഒരവസരം കൂടെ മേടിച്ചു തരട്ടെ? ഞാൻ പറഞ്ഞു, വേണ്ട. ഒരു അംഗത്തിനും കൂടെയുള്ള ബാല്യം എനിക്കില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, വേണ്ട. അങ്ങനെ അന്ന് നിരാശപ്പെട്ടു പോയി. വീണ്ടും പ്രസംഗിക്കുക അസാധ്യമായി തീരുന്ന ഒരവസ്ഥ. അങ്ങനെ ഇരിക്കവേ ആ കാലഘട്ടത്തിൽ ഞാൻ ശ്രമിച്ചു. ഒരു വചനമുണ്ട് കേട്ടോ, ഫിലിപ്പിയ 4:13. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. ഈ വചനം ഞാൻ അങ്ങ് ഏറ്റെടുത്തു. ഞാൻ എന്ത് ചെയ്തു? പിന്നീട് പ്രസംഗത്തിനായിട്ട് എവിടെ ഒരു സ്റ്റേജിൽ കയറി നിന്നാലും, എവിടെ പോയാലും, എപ്പോഴെല്ലാം എൻ്റെ കൈ വേർക്കുന്നു, ഭയത്താൽ എൻ്റെ കൈ വേർക്കുന്നു, എൻ്റെ കൈ വിറയ്ക്കുന്നു, എൻ്റെ ശരീരം കുളിരുന്നു എന്നുള്ള ഫീൽ എനിക്ക് തോന്നുമ്പോൾ ഞാൻ ആവർത്തിച്ച് പറയും, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, പിന്നീട് ഒരിക്കൽ പോലും എനിക്ക് പ്രസംഗം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടില്ല. പിന്നീടുള്ള കാലഘട്ടത്തിൽ അങ്ങോട്ടേക്ക്
ഒരു പ്രസംഗപീഠത്തിൽ നിൽക്കാനായിട്ട് തക്ക മനോധൈര്യം, മനസ്സിന് ബലം എനിക്ക് നൽകിയത് ദൈവവചനത്തിലെ വാക്കാണ്. സമാനമായിട്ട് നിരാശയിലേക്ക് എപ്പോൾ എൻ്റെ മനസ്സ് പോയാലും നല്ല വാക്ക് ഈ ദൈവവചനത്തിലുണ്ട്. സുഭാഷിതങ്ങളുടെ പുസ്തകം 23:18 വചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കും: തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്, നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല. പ്രത്യാശയുടെ തീർത്ഥാടകരാകാനായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ദൈവവചനത്താൽ ഹൃദയത്തെ ഉത്തേജിപ്പിക്കുക. നിരാശയിലേക്ക് കാണ്ടുപോകാൻ, എൻ്റെ മനസ്സിനെ നിരാശയിലേക്ക് ആഴ്ത്തിക്കളയാനായിട്ടുള്ള തിന്മയുടെ പരിശ്രമങ്ങളെ ദൈവവചനത്താൽ ചെറുക്കാൻ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തെ പ്രചോദിപ്പിക്കട്ടെ. അതുകൊണ്ട് എന്ത് ചെയ്യണം? എല്ലാ ദിവസവും ദൈവവചനത്തിലേക്ക് തിരിയുക. നിരാശപ്പെടുന്ന ഒരു ദിവസം നമുക്കുണ്ടാകില്ല. ഈശോ അനുഗ്രഹിക്കട്ടെ.